ഹൃദയം തകർന്നവർക്ക് സൗഖ്യവും ബദ്ധന്മാർക്ക് വിടുതലും. പ്രയർ ആൻഡ് പവർ മിനിസ്ട്രീസ് ഒരുക്കുന്ന വേർഡ് ആൻഡ് പവർ എന്ന ഈ ആത്മീക ശുശ്രൂഷയിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം. ദീർഘവർഷങ്ങളായി കർത്താവിന്റെ മഹത്വമേറിയ ശുശ്രൂഷയിൽ ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ വചനപ്രഘോഷണം ചെയ്തു വരുന്ന കർത്തൃദാസൻ ഡോക്ടർ ജോർജ് വർഗീസ് നിങ്ങൾക്കായി ദൈവവചനം പങ്കുവയ്ക്കുന്നു. ഈ വചന കേൾവി ഏവർക്കും അനുഗ്രഹമായി തീരട്ടെ. പ്രാർത്ഥനയോടെ ശ്രവിച്ചാലും. ദൈവത്തിന്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ദൈവത്തിന്റെ വചനവുമായി നിങ്ങളോടൊന്നിച്ചായിരിക്കാൻ ദൈവം തരുന്ന എല്ലാ കൃപയ്ക്കായും ദൈവത്തെ സ്തുതിക്കുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിൽ ഇരുന്നുകൊണ്ട്, വിവിധ ദേശങ്ങളിൽ ഇരുന്നുകൊണ്ട് ദൈവത്തിനെ ശ്രദ്ധിക്കുന്ന എല്ലാവരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നതോടൊപ്പം തന്നെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനം ഏവരെയും അറിയിക്കട്ടെ. ഇവിടെ സ്ഥിരമായി ഈ വചനം ശ്രദ്ധിക്കുന്നവരുണ്ട്. അങ്ങനെ പലരും ഞങ്ങളെ കോണ്ടാക്ട് ചെയ്യാറുണ്ട്. അവരെയൊക്കെ ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനത്തിൻ്റെ ശക്തി അനേകർക്ക് വിടുതലായിത്തീരുന്നു എന്നറിയുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടും. അതോടൊപ്പം തന്നെ അനേകരെ പ്രാർത്ഥനയ്ക്കായിട്ട് വിളിക്കാറുണ്ട്. ഓവർ ദ ടെലിഫോൺ, വാട്സാപ്പ്, ഇമെയിൽ. അതിന് മറുപടി കൊടുക്കാൻ ഞങ്ങൾ പരമാവധി ശ്രമിക്കുന്നുണ്ട്. പലരും ഒന്നിച്ച് വിളിക്കുമ്പോൾ ഒരു പക്ഷേ പെട്ടെന്ന് ടെലിഫോൺ എടുക്കാൻ കഴിഞ്ഞില്ലേ തന്നെ നിങ്ങൾ ഭാരപ്പെടരുത്, വീണ്ടും ഒന്നുകൂടെ വിളിക്കണം. ഞങ്ങൾക്ക് രാവിലെ 9 തൊട്ട് നിങ്ങൾക്ക് രാത്രി 11 മണി വരെ ഏതെങ്കിലുമൊക്കെ സമയത്ത് വിളിക്കാം. സമയം അതേലും പ്രത്യേക സാഹചര്യങ്ങൾ മാത്രമേ അത് വിട്ടുപോകത്തുള്ളൂ, അല്ലെ എടുക്കാൻ കഴിയാതെ പോവും. എങ്കിലും തിരിഞ്ഞ് മനുഷ്യരെ ആവശ്യത്തോടെ ഇരിക്കുന്നവരെ ബന്ധപ്പെടാനായി ഞങ്ങൾ ശ്രമിക്കുന്നുണ്ട്. ഇത്രത്തോളം യഹോവ സഹായിച്ചു. എല്ലാ മഹത്വവും ദൈവ കുഞ്ഞാടിന് അർപ്പിച്ചുകൊണ്ട് വീണ്ടും നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന അപേക്ഷിക്കുന്നു. നിങ്ങളുടെ ഭാരത്തോടെ വിളിക്കുന്നവരെ ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവം വിടുതലും നന്മയും തരും എന്നുകൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ ആ ഭാഗം നിർത്തുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറുകളിൽ വീണ്ടും ദൈവത്തിൻ്റെ വചനവുമായി നിങ്ങളുടെ മുമ്പാകെ ആയിരിക്കുകയാണ്. ദൈവമേ കരുണ ചെയ്യണേ എന്ന് പ്രാർത്ഥിക്കും. കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ ഓർമ്മ, നമുക്ക് ആശ്രയിക്കാൻ ദൈവത്തിൻ്റെ വചനം. ദൈവത്തിൻ്റെ വചനത്തിന് ഭയങ്കര ശക്തിയാണെന്ന് ഞാൻ ഓർപ്പിച്ചു. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൻ്റെ ഭാരവും വേദനയും കഷ്ടവും സങ്കടവും ഒക്കെ വരുമ്പോഴും ഇത് വായിക്കുമ്പോൾ നമുക്ക് വലിയ വിടുതലുണ്ട് കേട്ടോ. കാരണം ഇറ്റ്സ് എ പ്രോമിസ് ഓഫ് ഗോഡ്. ദൈവത്തിൻ്റെ വാഗ്ദത്തം അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അതിനായി ഇതിനുള്ള സമയം നമുക്ക് ചെലവഴിക്കാം. ദൈവത്തിന് സ്തോത്രം. അപ്പം എന്തായിരുന്നു നമ്മുടെ ഈ ദിവസങ്ങളിലെ ചിന്ത? പല ചിന്തകളല്ലേ. ബട്ട് ദ ബേസ്, അതിൻ്റെ ആരംഭം, അതിൻ്റെ അടിസ്ഥാനം ഒരു മടങ്ങി വരവ്. വാചകൻ പ്രാർത്ഥിച്ച്, യഹോവേ ഞങ്ങൾ മടങ്ങി വരേണ്ടത്, ഞങ്ങളെ മടക്കി വരുത്തണമെന്ന്, പണ്ടത്തെ കാലം മടക്കി തരണേ എന്ന് പ്രാർത്ഥിച്ച് ആരംഭിച്ച മടങ്ങി വരവിൻ്റെ പല വിഷയങ്ങൾ. കാരണം പലവിധമായ മടങ്ങി വരേണ്ടത്, ഞങ്ങളെ മടക്കി, അങ്ങനെ പ്രാർത്ഥിക്കാൻ കാരണം പലവിധമായ അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു പോയി, ദൈവത്തിൽ നിന്ന് അന്യപ്പെട്ടു പോയതുകൊണ്ട്. അപ്പം അത് മടങ്ങി കിട്ടാൻ ദൈവത്തിങ്ങനെ മടങ്ങി വരണം, എങ്കിലേ മുന്നോട്ട് ജീവിക്കാൻ കഴിയും. അതുകൊണ്ടാണ് അത് ഓർപ്പിക്കുന്നത്. ദൈവത്തിന് സ്തോത്രം. ആ മേഖലയിലുള്ള ചിന്തകളാണ് നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചിന്തിച്ചുകൊണ്ട്. ഇന്ന് അതിനോട് ബന്ധപ്പെട്ട് വേറൊരു വിഷയം, മടങ്ങി വരേണ്ടതിനെ കുറിച്ച് ധ്യാനിക്കാനോ, അത് ദൈവിക വിശുദ്ധിയിലേക്ക് മടങ്ങി വരേണ്ടതിനെ കുറിച്ച്. നമുക്കറിയാം നമ്മുടെ ദൈവം വിശുദ്ധനായല്ലേ. എത്രയും ആ ദൈവത്തിന്റെ വിശുദ്ധി ആർക്കെങ്കിലും അറിയാനൊക്കെ. അപ്പോസ്തലനായ വിശുദ്ധ പത്രോസ് രേഖപ്പെടുത്തി. 1 പത്രോസ് 1-ാം അധ്യായം 15-16 വാക്യം. എന്താ വാക്യം? ആകയാൽ ഞാൻ വിശുദ്ധനായിരിക്കാൻ നിങ്ങളും വിശുദ്ധരായിരിക്കും. ഞാൻ വിശുദ്ധനാകയാൽ നിങ്ങളും വിശുദ്ധരായിരിക്കും. ബി ഹോളി ഫോർ ഐ ആം ഹോളി. അപ്പൊ അതിന്റെ മുകളിലത്തെ വാക്യം രേഖന്ന് പറഞ്ഞിരിക്കുന്നത്, നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്തവണ്ണം എല്ലാ നടപ്പിലും അനുസരണമുള്ള മക്കളായി വിശുദ്ധരാകുവീൻ. അപ്പൊ വിശുദ്ധിയെ തടസ്സപ്പെടുത്തുന്ന ഒന്ന് അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങൾ. അത് ഞാൻ പുറകെ പറയാം. പക്ഷെ നമ്മുടെ ദൈവം വിശുദ്ധനാണ് എന്നുള്ളതാണ് അതിൻ്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് അല്ലേ. എത്രയും ആ ദൈവത്തിൻ്റെ വിശുദ്ധി അറിയാമോ? ആരാ ദൈവം? ഈ ആകാശവും ഭൂമിയും സൃഷ്ടിച്ച ദൈവം ഒറ്റ വാക്കിനാൽ. അവൻ കൽപ്പിച്ചു, അങ്ങനെ സംഭവിച്ചു. അവൻ അരുളി ചെയ്തു, അങ്ങനെ സ്ഥാപിതമായി എന്നാൽ തിരുവചനം നമ്മെ ഓർപ്പിക്കുന്നു. അപ്പം ദൈവത്തിൻ്റെ പ്രത്യേകത നമ്മൾ മനസ്സിലാക്കുമ്പോൾ പുറപ്പാട് പുസ്തകം 15-ാം അധ്യായത്തിൻ്റെ 11-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു. ദൈവത്തെക്കുറിച്ചുള്ളൊരു പ്രത്യേകത.
പ്രസ്താവനയാണ്. യഹോവേ, ദേവന്മാരിൽ നിനക്ക് തുല്യനാർ. വിശുദ്ധിയിൽ മഹിമയുള്ളവനെ, സ്തുതികളിൽ ഭയങ്കരനെ, അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നവനെ, നിനക്ക് തുല്യനാർ. തുല്യം വയ്ക്കാൻ ആരുമില്ലാത്തൊരു ദൈവം അല്ലേ? ഹല്ലേലൂയ. വിശുദ്ധിയിൽ മഹിമയുള്ളവൻ, ഗ്ലോറിയസ് ഇൻ ഹോളിനെസ്. എത്ര ഗംഭീരമായൊരു വാക്കാതല്ലേ? അതാ നമ്മുടെ ദൈവം. വിശുദ്ധി എന്ന് പറയുമ്പോൾ തന്നെ ഷൈനിങ് ആ കേട്ടോ. അത് ഗ്ലോറിയസ് ആണെങ്കിലോ മഹത്വകരമായി തീരുന്നൊരു അനുഭവം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ഇത്ര വിശുദ്ധിയുള്ള ഒരു ദൈവം തൻ്റെ മക്കളും വിശുദ്ധരായിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. ഒരപ്പൻ തൻ്റെ നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരപ്പൻ തൻ്റെ കുഞ്ഞുങ്ങളും ആ ലെവലിൽ നല്ല കുടുംബസ്ഥിതിയോടെ, നല്ല പാരമ്പര്യത്തോടെ, നല്ല സ്റ്റാൻഡേർഡായിട്ടൊരു സമൂഹത്തിൽ ജീവിക്കുന്ന മാതാപിതാക്കൾക്ക് തങ്ങളുടെ കുഞ്ഞുങ്ങളും അതേ സ്റ്റാൻഡേർഡ് ജീവിക്കണമെന്ന് ആഗ്രഹം. അവിടെ എന്തെങ്കിലുമൊക്കെ പാളിച്ചു വന്നാൽ വലിയ ദുഃഖമല്ലേ? അങ്ങനെയാണെങ്കിൽ വലിയവനായ ദൈവത്തിനോ? ഇത് നമ്മൾ ഓർത്തോണം. അടിസ്ഥാനപരമായി ഒരുവൻ ദൈവസന്നിധി സമർപ്പിച്ച് തൻ്റെ പാപങ്ങൾ ഏറ്റു പറഞ്ഞ് യേശുവിൻ്റെ രക്തത്താൽ കഴുകൽ പ്രാപിക്കുമ്പോൾ അവന് ശുദ്ധീകരണം ലഭിക്കും. നിന്റെ പുത്രനായ യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. 1 യോഹന്നാൻ 1:7-9 7-9 ആ ശുദ്ധീകരണം അവിടെ ആരംഭിക്കുക. പക്ഷെ ഒരു കാര്യം, but that's not a guarantee that you will continue that holiness till the end. അതുകൊണ്ട് ഈ വിശുദ്ധി അങ്ങ് അവസാനം വരെ നിൽക്കുമെന്നൊന്നും പറയാനൊക്കത്തില്ല. ദൈവത്തിന് കാരണം ഈ ദൈവം താങ്ങും. പക്ഷെ സൂക്ഷിക്കേണ്ടത് നമ്മുടെ കടമയാണ്. അശുദ്ധിയുള്ള ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. മനസ്സിലായി? ഞാൻ ചിന്തിക്കുന്ന പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു കൽക്കരി ജീവിക്കുന്ന ജോലി ചെയ്യുന്ന ഒരു തൊഴിലാളി ഡ്രൈ ക്ലീൻ ചെയ്ത് ഉടുപ്പിട്ടുകൊണ്ടിറങ്ങിയാലും മിനിറ്റുകൾക്കുള്ളിൽ അതെല്ലാം കരി പിടിക്കും. അങ്ങനെയാണ് ഈ ലോകം. പൗലോസ് പറഞ്ഞു, വക്രതയും കോട്ടമുള്ള തലമുറ, അതിന് നടുവിൽ നിങ്ങൾ അനന്യരും പരമാർത്ഥികളും ദൈവത്തിന്റെ നിഷ്കളങ്ക മക്കളുമായി നടക്കാൻ നോക്കുകയെന്നത് കേട്ടോ. അതുകൊണ്ട് എന്ത് ചെയ്യണം? പാപത്തിൽ വീഴാതെ നമ്മെ സൂക്ഷിക്കുന്ന ദൈവത്തിന്റെ വചനവും പാപത്തിന്റെ മേൽ ജയം നൽകുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവും നമ്മുടെ സഹായത്തിനുണ്ടായിരിക്കണം. മനസ്സിലായോ? അല്ലെങ്കിൽ ഡോണ്ട് യു എവർ എക്സ്പെക്ട് ദാറ്റ് യു ഷുഡ് കീപ് ദിസ് ഹോളിനെസ്. ഇങ്ങനെ അങ്ങ് പോയിക്കോ. നോ, അങ്ങനെ പോകത്തില്ല. ഞാൻ പലപ്പോഴും ഓർമ്മിപ്പിക്കാറുള്ള ഒരു വിഷയമാണ്. ഈ ഇൻഷുറൻസ് പോളിസിയൊക്കെ എടുക്കുമ്പോൾ 50 വർഷത്തേക്ക് 25 വർഷത്തേക്കൊക്കെ ഇടും. ഇത് കഴിഞ്ഞ് എന്തോരം സംഭവിച്ചാലും കുഴപ്പമില്ലെന്നൊക്കെ ഒരു സെക്യൂരിറ്റി അല്ലേ? അങ്ങനെ ഒരു സെക്യൂരിറ്റി ഇവിടെ ഇല്ല. ഇരിക്കട്ടെ ഒരു 25 വർഷത്തേക്കുള്ള കൃപ കുഞ്ഞച്ചന് അല്ലെ കുഞ്ഞമ്മണിക്ക്. നോ, അന്നത്തേക്ക് വേണ്ടത് നീ ദൈവത്തോട് ചോദിച്ച് വാങ്ങിച്ചോളും. ഇസ്രായേൽ ജാതിക്ക് ദൈവം കൽപ്പന കൊടുത്തപ്പോഴും അതാ ഭൗതിക വിഷയത്തിനും പറഞ്ഞ് അന്നത്തേക്കുള്ളത് എടുത്തോണം. ആത്മീയ ജീവിതത്തിനും അതാ. രാവിലെ നീ ഒരുങ്ങി പർവ്വതത്തിൽ വരാൻ കർത്താവ് മോശയോട് പറഞ്ഞില്ലേ? ദൈവസന്നിധിയിൽ രാവിലെ അന്നത്തേക്കുള്ള കൃപ ചോദിച്ചു വാങ്ങിക്കണം അല്ലേ? സൗന്ദര്യത്തിൻ പൂർണ്ണതയായ സിയോനിൽ നിന്ന് പ്രകാശിക്കുന്നവനെ, ഈ പ്രഭാതത്തിൽ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നേ. ഇപ്പകലൻ ജീവിതത്തിൽ തെറ്റുവരാതെ രക്തത്താലെ സൂക്ഷിച്ചോണേ എന്ന് ഭക്തൻ പാടിയത് കൊണ്ടാണ്. സൂക്ഷിക്കണം. ദൈവത്തിന് സ്തോത്രം, ദൈവത്തിന് സ്തോത്രം. അതിനെ നമുക്ക് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തി ആവശ്യം കേട്ടോ. മെക്കാനിക്കലായിട്ട് നമുക്കൊണ്ട് തന്നെ നടക്കുന്നില്ല. ഹോളി സ്പിരിറ്റ് ഹാസ് ടു ഹെൽപ്പ് അസ്. ഹോളി സ്പിരിറ്റ് ആരാ? തൃത്വത്തിൽ മൂന്നാമനായ ദൈവം. ആ പരിശുദ്ധാത്മാവ് കർത്താവ് പറഞ്ഞു നിങ്ങളുടെ മേൽ വരും. അപ്പൊ നിങ്ങൾക്ക് ശക്തി ലഭിക്കും. ശക്തി ലഭിക്കുമ്പോൾ നിങ്ങൾ എന്തോ ചെയ്യും? യെരുശലേമിലും യഹൂദയിലും എല്ലായിടത്തും ശമരിയിലും ഭൂമിയുടെ അറ്റത്തോളം എൻ്റെ സാക്ഷികളാവും. അപ്പോസ്തലപ്രവൃത്തി 1:8. അപ്പൊ ശക്തി തരുന്നതായി പരിശുദ്ധാത്മാവ്, സാക്ഷ്യത്തിന് നമ്മെ സഹായിക്കുന്നതാ. ദൈവത്തിന് സ്തോത്രം. ഈ പരിശുദ്ധാത്മാവ് എങ്ങനെ? വിശ്വസിക്കുന്നവന് ലഭിക്കുന്ന പരിശുദ്ധാത്മാവുന്ന അല്ലേ?
ഉത്സവത്തിന് മഹാദിനമായ ഒടുക്കത്തെ നാളിൽ യേശു നിന്നുകൊണ്ട് ദാഹിക്കുന്നവനെല്ലാം എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ, എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്ന പോലെ ജീവജലത്തിന്റെ നദികൾ ഒഴുകും. യോഹന്നാൻ 7:37-38. അതേ കർത്താവ് തന്നെ നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞറിയാമോ? എന്താ പറഞ്ഞു? ദൈവത്തോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികമായി കൊടുക്കും. വിശുദ്ധ മത്തായി 7 ലൂക്കോസ് 11 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഒരപ്പൻ തന്നെ മകൻ അപ്പനോട് മീൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? പാമ്പിനെ കൊടുക്കുമോ? മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? പിന്നെ അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ? കൊടുക്കത്തില്ലെന്നൊന്നും അവിടെ എഴുതിയ. പക്ഷെ എന്തോ എഴുതിയെന്നറിയാമോ? യു ഈവിൾ ക്രീച്ചേഴ്സ്, ദോഷികളായ നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കാൻ കഴിയുന്നുവെങ്കിൽ, നിങ്ങൾ കൊടുക്കുമെങ്കിൽ ദൈവം തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ എത്രയധികം നൽകും. യാചിക്കുന്നവർക്ക് നൽകുന്ന പരിശുദ്ധാത്മാവ് കേട്ടോ. അപ്പൊ ദൈവത്തോട് യാചിക്കണം. ചുമ്മാതെ ദൈവാത്മാവ് നടത്തിക്കോളും. ദൈവത്തോട് കർത്താവ് ഇതിന്റെ ആത്മാവിനാൽ എന്നെ നിറയ്ക്കണേ. നിശ്ചയമായും ദൈവാത്മാവിന്റെ ശക്തിയിലാണ് നാം രക്ഷിക്കപ്പെട്ടത്. ഓക്കെ, പക്ഷേ നാം പിന്നെയും ഫീലിംഗ്, ഈ നിറവ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കണം. അതിന് ഡെയിലി ഓരോ ദിവസവും നാം ദൈവത്തോട് പ്രാർത്ഥിച്ച് കൃപ പ്രാപിക്കും. എങ്കിലേ പാപമുള്ള ലോകത്ത് നമുക്ക് ജയകരമായി ജീവിക്കാനൊക്കത്തു. അതോടൊപ്പം തന്നെ ദൈവത്തിന്റെ വചനവും കഴിഞ്ഞ എപ്പിസോഡ് ഞാൻ ഓർമ്മിപ്പിച്ച 119 സങ്കീർത്തനം 11, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കണം, നിന്റെ വചനങ്ങളെ എൻ്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു. വചനകത്തുണ്ടെങ്കിൽ അല്ലേ എന്താ പാപത്തിന്റെ പരീക്ഷ വരിക? ഒരു പരീക്ഷ, ജഡത്തിന്റെ ഒരു ചിന്ത, ഒരു താല്പര്യം, ഒരു പ്രത്യേക കാര്യം കണ്ടപ്പോൾ ദൈവത്തിന്റെ വചനം ഉണ്ടെങ്കിൽ എന്തോ പറയും? അകത്തുണ്ടെങ്കിൽ ജഡാഭിലാഷം ആത്മാവിനും, ആത്മാഭിലാഷം ജഡത്തിനും വിരോധമാണ്. ജഡ സ്വഭാവമുള്ളവർക്ക് ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയത്തില്ല. ഇങ്ങനെ ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കും. അത് പിന്നെ അതിജീവിച്ച് പാപത്തിലേക്ക് വീഴാൻ ബുദ്ധിമുട്ടാണ്. അതിനെ അതിജീവിച്ചും ദൈവത്തിന്റെ ആത്മാവിനെ അവഗണിച്ച് പോകുന്നവരുണ്ട്. പക്ഷെ അത് അപകടം. അതുകൊണ്ട് നമുക്ക് ആവശ്യമായിരിക്കുന്ന ദൈവാത്മാവിന് വിധേയപ്പെട്ട് ദൈവവചനത്തിന്റെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ്. ദൈവത്തിന്റെ മക്കളെ സ്നേഹത്തോടെ അർപ്പിക്കട്ടെ. അപ്പൊ ദൈവവചനത്തെ അനുസരിക്കാത്തവരും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ നിലനിൽക്കാത്തവരും പെട്ടെന്ന് പാപത്തിൽ വീഴും, അശുദ്ധിയിലേക്ക് വഴിയെത്തിപ്പോവും. പാപത്തിന്റെ ശക്തി പിശാച് പ്രേരിപ്പിക്കും. സാരമില്ല, കുഴപ്പമില്ല. മനസ്സിലായോ? ഞാനൊരു ഉദാഹരണം പറയാറുണ്ട്. ഒരു കാഷ്യറായിട്ട് ഒരു ഓഫീസിൽ ജോലി ചെയ്യുന്ന ഒരു മനുഷ്യൻ. അപ്പോൾ ഒത്തിരി പൈസ ഓരോ ദിവസം ഇങ്ങനെ മറിയും. ഒരു ദിവസം ഞാൻ വിചാരിച്ചു 10 രൂപ എടുത്ത് നോക്കാം. 10 രൂപ എടുത്തപ്പോൾ ആരും അറിഞ്ഞില്ല. പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞപ്പം 10 പിടിച്ചപ്പോൾ ആരും ഇടുന്നില്ലല്ലോ, എന്നാൽ ഇച്ചിരി 100 എടുക്കാം. പിന്നെ 100 എടുത്തു. പിന്നെ കുറച്ച് കഴിഞ്ഞ് പ്രേരണ കൂടി, പിന്നെ 1000 എടുത്തു. 10,000 എടുത്തു. പിന്നെ പ്രേരണ കൂടി, ലക്ഷങ്ങൾ അടിച്ചു മാറ്റാൻ പ്രേരണ ഉണ്ടായി, പിടിക്കപ്പെട്ടു. പിശാചാണ് ഈ പ്രേരണ. കുഴപ്പമില്ല. അത് മറ്റു വിഷയങ്ങൾ, ജഡീയ വിഷയങ്ങൾ ഇത് സംഭവിക്കും കേട്ടോ. പക്ഷെ വലിയ കുഴിയിൽ ചെന്ന് നീ വീഴുമ്പോ പിശാച് കൈവിടും, നിന്നെ ജനം കല്ലെറിയും. അതിനിടയാകരുത്. അതുകൊണ്ട് ആ ദൈവിക പ്രമാണങ്ങൾ നൽകിയിരിക്കുന്ന ദൈവത്തിന് നമുക്ക് സ്തോത്രം ചെയ്യാം. ദൈവമേ കരുണ ചെയ്യണേ നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവത്തിന് സ്തോത്രം ചെയ്യാം. അതുകൊണ്ട് ഓർമ്മിക്കട്ടെ, ദൈവകൃപ വിട്ട്, ദൈവാനുഗ്രഹങ്ങളെ വിട്ട് പാപത്തിന്റെ ശക്തികളിൽ അടിമപ്പെട്ട് അശുദ്ധിയിൽ ജീവിക്കുന്ന വലിയൊരു കൂട്ടം ദൈവകൃപ വിട്ട് സാധാരണക്കാരായി ജീവിക്കുന്നവരായി തീർന്ന് നമ്മുടെ വലിയൊരു കൂട്ടം നമ്മുടെ ചുറ്റുപാടുമുണ്ട്, നമ്മുടെ നടുവിലുണ്ട്. മനസ്സിലായോ? അതിനിടയാകരുത്. ശ്രദ്ധിക്കാം. നമുക്കറിയാം, മനുഷ്യൻ ഏകനായിരിക്കുന്ന നന്നല്ല എന്ന് കണ്ട് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് ഏദൻ തോട്ടത്തിലാക്കി ആദാമിനെ ഹവ്വായി തക്ക തുണിയെ ഉണ്ടാക്കി കൊടുത്തു. എന്നിട്ട് ദൈവം ചില പ്രമാണങ്ങൾ കൊടുത്തു. എന്താ പ്രമാണം എന്നറിയാമോ? മനോഹരമായ ഒരു പാർപ്പിടത്തിൽ അവർ ഏദൻ പർദീസായി. പക്ഷേ സാത്താനാൽ പരീക്ഷിക്കപ്പെട്ടു, പരാജയപ്പെട്ടു പോയി. വിസ്താരങ്ങളിലേക്ക് ഞാൻ കടക്കുന്നില്ല, അവർക്കറിയാം. കൽപ്പന ലംഘനം, പാപത്താൽ മലിനമാക്കപ്പെട്ടു, ദൈവിക വിശുദ്ധി നഷ്ടപ്പെട്ട് ഓട്ടത്തിൽ നിന്ന് പുറത്താക്കപ്പെട്ടു. ദൈവിക വിശുദ്ധി നഷ്ടപ്പെട്ടാൽ ഏവരുടെയും സ്ഥിതി ഇതാകട്ടോ, ദൈവാനുഗ്രഹത്തിന് പുറത്തായി പോകും. ദൈവം തന്നെ എന്തെങ്കിലും നന്മയുണ്ടെങ്കിൽ അത് നഷ്ടപ്പെടുത്തരുതേ. അല്പം സൂക്ഷിച്ച് ജീവിക്കാൻ ഇടയാകട്ടെ. ദൈവത്തിന് സ്തോത്രം. ദൈവവുമായിട്ടുള്ള കൂട്ടായ്മയും നഷ്ടപ്പെടും. അത് ഏറ്റവും ദുഃഖകരം കേട്ടോ.
സ്നേഹിതരെ ഓർമ്മിക്കേണ്ട, ദൈവം ഏദൻ പർദീസായിൽ കൊടുത്ത നിയമം എല്ലാ കുടുംബങ്ങൾക്കും ഉള്ളതാണ്. ഭാര്യാഭർത്തൃ ബന്ധം മുതൽ തലമുറയുടെ വളർച്ച കാര്യങ്ങളിൽ വളരെ വരെ ദൈവം നിയമം വെച്ചിട്ടുണ്ട്. എന്നാൽ ഇന്ന് ഇതെല്ലാം തകർക്കപ്പെടുകയാണ്. അങ്ങനെ ഒരു കാഴ്ചയാണ് നാം ദർശിക്കുന്നത്. ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ വേർപിരിയിക്കുന്നുള്ള ദൈവകൽപ്പന അല്ലേ? ഇന്നെവിടെ ചീട്ടുകൊട്ടാരം പോലെ കുടുംബ ബന്ധങ്ങൾ തകരുക. കല്യാണം കഴിച്ച് മാസങ്ങൾ തികയുന്നതിന് മുമ്പേ തകർന്നുടയുന്ന കുടുംബ ബന്ധങ്ങൾ. കാര്യം പരിശോധിച്ച് ചെല്ലുമ്പോൾ ഒന്നുമില്ല, വളരെ സിമ്പിളായിട്ടുള്ള വിഷയങ്ങളാണ്. ഒരു വാക്ക് പറഞ്ഞത് ക്ഷമിക്കാൻ വയ്യ. സുഖത്തിലും ദുഃഖത്തിലും നന്മയിലും തിന്മയിലും രോഗത്തിലും എല്ലാം ആയിരുന്നോളാം എന്ന് പറഞ്ഞ ശുശ്രൂഷകൻ കൂട്ടിച്ചേർത്ത് വിട്ടതാ. എവിടെയാ പാളിച്ച പറ്റിയെന്നറിയത്തില്ല. അതിന്റെ നമ്പർ കൂടി വരുന്നു. സ്നേഹത്തോടെ ദുഃഖത്തോടെ പറയട്ടെ, ദൈവത്തിന് സ്തോത്രം. വളരെ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണിത്. ആഴ്ചപ്പെട്ട കർത്താവ് തന്റെ പരിശുശ്രൂഷയുടെ കാലയളവിൽ പറഞ്ഞു, സ്ത്രീയെ നോക്കുന്നത്, പഴയ നിയമത്തിൽ വ്യഭിചാരം ചെയ്യുന്നത് തെറ്റാണെന്ന് പറഞ്ഞു. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞു, സ്ത്രീയെ നോക്കുന്നത്, if any man looks unto a woman with a lust in his heart, he is committing adultery. അവൻ വ്യഭിചാരം ചെയ്തു പോയി. മത്തായി 5:27 രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇങ്ങനെയാണെങ്കിൽ ഒരു സ്ത്രീയെ നോക്കുന്നതുകൂടെ അല്ലേ, തെറ്റായി നോക്കുന്നതുകൂടെ വ്യഭിചാരമാണെന്ന് കൽപ്പിച്ച ദൈവവചനമുള്ള സ്ഥലത്ത് ഇന്ന് അതെല്ലാം വിസ്മരിച്ചു കളഞ്ഞു. പിന്നെന്നാ, കുറച്ചുകൂടെ സ്വാതന്ത്ര്യത്തിന്റെ മേഖല, പ്രീ മാരിറ്റൽ സെക്സ്, അതായത് വിവാഹത്തിന് മുമ്പ് സെക്സ്, ലൈംഗികതയൊന്നും പ്രശ്നമല്ല. പിന്നെന്നാ, എക്സ്ട്രാ മാരിറ്റൽ സെക്സ്, വിവാഹത്തോടു കൂടെ തന്നെ മറ്റു ബന്ധങ്ങളിലും പോകാം. ഇതൊക്കെ ഈ കാലഘട്ടങ്ങളിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവിക വിശുദ്ധിയുടെ മണ്ഡലങ്ങളിൽ നിന്നൊക്കെ വളരെ വിദൂരമായത് കേട്ടോ. അവിടെ ഒന്നും നിൽക്കുന്നില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. എന്താ എബ്രായർ 13:4 നമ്മളിങ്ങനെ വായിക്കുന്നു, വിവാഹം എല്ലാവർക്കും മാന്യവും കിടക്ക നിർമ്മലവുമായിരിക്കട്ടെ എന്ന് കൽപ്പിച്ച ദൈവവചനമുള്ള സ്ഥലത്ത് ഉപദേശിക്കുമ്പോൾ ആണ് വിവാഹത്തിന് മുമ്പ് ഒന്നിച്ച് താമസിക്കുന്നതിനും അതൊക്കെ അംഗീകരിക്കപ്പെടുന്ന ഒരു കാലഘട്ടം. ഇൻ ദ നെയിം ഓഫ് ഫ്രീഡം വി ഹാവ് അപ്രൂവ്ഡ് ദ പ്രോസസ് ഓഫ് ലിവിങ് ടുഗദർ. അതിന്ന് നമ്മുടെ സമൂഹത്തിൽ പെരുകി വരിക. വിവാഹമൊന്നും വേണ്ട, ഒന്നിച്ച് താമസിക്കുക, ആണും പെണ്ണും. അതോടൊന്നും അവസാനിക്കുന്നില്ല. ദേ ഹാവ് അപ്രൂവ്ഡ് ദ ഹോമോസെക്ഷൽ വെഡിങ് ഈവൻ. സ്വവർഗരതിക്കാർക്ക് ഒന്നിച്ച് ജീവിക്കാൻ വരെയുള്ള അനുവാദം കൊടുക്കുന്ന രാജ്യത്ത് ലോകത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അത് സഭകളെയും ബാധിക്കുന്നു എന്ന് പറയുമ്പോൾ എത്ര ഭയങ്കരമാണ്. ഇതൊക്കെ ദൈവിക വിശുദ്ധിക്ക് വളരെ വിദൂരതയിലാണ് കേട്ടോ. ധാർമ്മികത എവിടെ പ്രിയപ്പെട്ടവരെ? സ്നേഹത്തോട് ചോദിക്കട്ടെ. ഫ്രീഡം മനുഷ്യന്റെ സ്വാതന്ത്ര്യത്തെ കടത്തണ്ട, അവന് സ്വാതന്ത്ര്യം ഉണ്ടെന്നും പറഞ്ഞാണ്. ഇന്ത്യ രാജ്യത്തും ഇന്ന് ഭയങ്കരമായ ഒരു പ്രയാസം ആ മേഖലയിൽ കുടുംബങ്ങളിൽ ബാധിച്ചിട്ടുണ്ട്. പ്രാർത്ഥനയ്ക്ക് വിളിക്കുന്ന ചില പ്രിയപ്പെട്ടവരുടെയൊക്കെ ദുഃഖകരമായ വിഷയം ഞങ്ങൾ കൈകാര്യം ചെയ്യുന്നവര്. അതുകൊണ്ട് എന്ത് ചെയ്യണം? പാഴ്സലൊക്കെ അയക്കുമ്പോൾ ചില നമ്മൾ ഹാൻഡിൽ വിത്ത് കെയർ അല്ലേ. ഈ രാജ്യത്തുനിന്ന് മറ്റിടത്തൊക്കെ അയക്കുന്ന സാധനങ്ങൾ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യണം. ഇതങ്ങനെ കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അല്ലെങ്കിൽ ദൈവകോപത്തിനിടയാകും. എന്തിനാ കർത്താവ് ഇതൊക്കെ ഒരുക്കിയത്? കുടുംബജീവിതത്തിന്റെ ഭദ്രതയ്ക്കും സന്തോഷത്തിനും തലമുറയുടെ മുന്നോട്ടുള്ള വളർച്ചയ്ക്കും ഒക്കെ കാരണമായി ദൈവം ഇൻസ്റ്റിറ്റ്യൂട്ട് ചെയ്തതാണ് ഈ പ്രത്യേകമായ വിഷയം മനുഷ്യജീവിതത്തിൽ, സെക്സ് അഥവാ ലൈംഗികത എന്ന് പറയുന്നത്. പക്ഷേ അതാണ് ഏറ്റവും ദൈവത്തിന് എല്ലാ പാപവും വിരോധമായി. എന്നാൽ ദൈവം വിരോധിക്കുന്ന, ദൈവത്തിന്റെ ദുഃഖമുണ്ടാക്കുന്ന ഏറ്റവും രണ്ട് പാപം. ഒന്ന്, അന്യ ദൈവങ്ങളെ ആരാധിക്കും. ഞാനല്ലാതെ അന്യ ദൈവം നിനക്കുണ്ട്. 2, ദോഷം. മനസ്സിലായി? ഈ കൽപ്പന ലംഘനം സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ അത് ദൈവ വിശുദ്ധിയെ വളരെ ബാധിക്കുന്നതാണ്. ദൈവത്തിന് സ്തോത്രം. ദൈവത്തിന് ഇഷ്ടമല്ല. ദൈവം അവിടെ ന്യായവിധി അയച്ച സംഭവങ്ങൾ നമുക്ക് വേദപുസ്തകത്തിന്റെ താളുകളിൽ നിന്ന് രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ദൈവത്തിന് സ്തോത്രം.
അപ്പൊ അതിനുള്ള മാനദണ്ഡങ്ങൾ, അതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്നുള്ള മാനദണ്ഡം ദൈവം തമ്പുരാൻ അനുവദിച്ച് തന്നിട്ടുണ്ട്, പ്രമാണങ്ങൾ. പക്ഷെ അവിടെ പരാജയപ്പെട്ടു പോയിരിക്കുകയാണ്. ദൈവത്തിന് സ്തോത്രം. അതിന് വിപരീതമായ ഒരു മനുഷ്യൻ തെറ്റ് ചെയ്യുമ്പോഴാണ് അതിന് ശിക്ഷ വരുന്നത്. നോഹയുടെ കാലത്തും ലോത്തിന്റെ കാലത്തും ഒക്കെ സംഭവിച്ചത് തിരുവെഴുത്തി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ലോകത്തിൽ ഒരുക്കിയ ഭയങ്കരമായ ജലപ്രളയം ലോത്തിന്റെ കാലത്ത്, നോഹയുടെ കാലത്ത്, ലോത്തിന്റെ കാലത്ത് ആകാശത്തുനിന്നും തീ ഇറങ്ങി നശിപ്പിച്ചു. ഇതൊക്കെ നമുക്ക് ബുദ്ധിയുപദേശത്തിനായി എഴുതി വെച്ചിട്ടുണ്ട് കേട്ടോ. പ്രിയപ്പെട്ടവരെ, ഓർമ്മിപ്പിക്കട്ടെ, അങ്ങനെയെങ്കിൽ ഒരു വലിയ ന്യായവിധിയിലേക്കല്ലേ നീങ്ങുന്നത് ചുറ്റുപാട് സംഭവിക്കുന്ന സംഭവങ്ങൾ. മോശയുടെ നേതൃത്വത്തിൽ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ട ജാതി ഇടയ്ക്ക് വന്ന് പാപം ചെയ്തപ്പോഴും ദൈവത്തിന്റെ കോപം അവരുടെ മേൽ ജ്വലിച്ചു. ദൈവം ന്യായവിധി അയച്ചു. ഇങ്ങനെ തിരുവെഴുത്ത് വളരെ ശക്തമായി നമ്മെ ഓർമ്മിപ്പിക്കുന്ന ഈ വിഷയങ്ങൾ നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഈ മണിക്കൂറുകൾ സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ, ജീവിത വിശുദ്ധി എങ്ങനെയുണ്ട്? ഇത് ഒരു വിഷയം മാത്രമല്ല വിശുദ്ധി എന്ന് പറയുന്നത് കേട്ടോ. കൊടുക്ക വാങ്ങലുകളിൽ തുടങ്ങി, സംസാരങ്ങളിൽ തുടങ്ങി, നോട്ടത്തിൽ വരെ വിശുദ്ധിയെ ബാധിക്കും. ഞാൻ എൻ്റെ കണ്ണുമായി ഒരു നിയമം ചെയ്തു, പിന്നെ ഞാനൊരു കന്യകയെ നോക്കുന്നത് എങ്ങനെയെന്ന് യോബിന്റെ പുസ്തകത്തിൽ 30-ാം അധ്യായം നമ്മൾ വായിക്കും. So every area of life should be controlled by the word of God and by the Spirit of God. ഞാൻ ഓർമ്മിപ്പിച്ചതുപോലെ ദൈവവചനവും ദൈവത്തിന്റെ ആത്മാവും നമ്മെ നിയന്ത്രിക്കുന്നില്ലെങ്കിൽ പാപത്തിൽ വീഴും. കാരണം പ്രതിയോഗിയായ പിശാച് ഇങ്ങനെ നടക്കുക, ആരെ വീഴിക്കേണ്ടു ആരെ വിഴുങ്ങേണ്ടു എന്ന് വിചാരിച്ചു. ഇവിടെ സത്യം അതുകൊണ്ടാണ്. ആകയാൽ സൂക്ഷ്മതയോടെ നമ്മൾ പത്രോസിന്റെ ലേഖനം ആദ്യം വായിച്ചപ്പോൾ മനസ്സിലായി, നമ്മൾ വായിച്ചല്ലോ, നിങ്ങളുടെ അജ്ഞാനകാലത്തുണ്ടായിരുന്ന മോഹങ്ങളെ മാതൃകയാക്കാതെ എല്ലാ നടപ്പിലും വിശുദ്ധരായിരിക്കണം എന്ന് പറ. സൂക്ഷ്മതയോട് ജീവിക്കാൻ കഴിയണം. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന് സ്തോത്രം ചെയ്യട്ടെ, ദൈവനാമം മഹത്വപ്പെടട്ടെ. വിശുദ്ധനായ ദൈവം അശുദ്ധിക്ക് സ്ഥാനമില്ല. ദൈവം കടന്നു വരുന്നിടത്ത് ഒരശുദ്ധിക്കും സ്ഥാനമില്ല. ദൈവം നിന്റെ കുടുംബത്തിൽ വരണമെങ്കിൽ അവിടെ അശുദ്ധി കൊണ്ടേ വരത്തില്ല. അവിടെ അശുദ്ധിയുടെ എന്തെങ്കിലും ഉണ്ടോ? അന്യാരാധനയുടെ എന്തെങ്കിലും ഉണ്ടോ? പൈശാചിക ശക്തികള് നൃത്തമാടുന്ന അന്തരീക്ഷങ്ങളാണ് പല ഭവനങ്ങളിലും. എന്നാൽ നീതിമാന്മാരുടെ കൂടാരങ്ങളിൽ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷമുണ്ട്. ആ മേഖലയിൽ അനുഗ്രഹിക്കപ്പെടണം. അതാണ് പ്രാർത്ഥന, അതാണ് ഭക്തന്മാർ. കഴിഞ്ഞ കാലങ്ങളിൽ ചെയ്ത ഭക്തന്മാരെ ദൈവം അനുഗ്രഹിച്ചു. ഒന്നുമില്ലായ്മയുടെ നടുവിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിപ്പാൻ, മഹത്വപ്പെടുത്താൻ, ദൈവവചനത്തെ മാനിക്കുവാൻ, ദൈവകൃപയിൽ ജീവിപ്പാൻ, ദൈവവിശുദ്ധിയിൽ നിലനിൽക്കാൻ മനസ്സുവെച്ച് ജീവിച്ച ഭക്തന്മാരുടെ തലമുറകളെയൊക്കെ ദൈവം അനുഗ്രഹിച്ചു. ദൈവത്തിന് സ്തോത്രം. ഈ മണിക്കൂറുകളിൽ ദൈവസന്നിധി സ്നേഹത്തോടെ ഓർമ്മിപ്പിക്കട്ടെ. ദൈവത്തിന് സ്തോത്രം. വിശുദ്ധ പൗലോസ് കൊരിന്ത്യക്കാർക്ക് ലേഖനം 1 കൊരിന്ത്യർ 6:19-20 ഇങ്ങനെ വായിക്കുന്നുണ്ട്. ആകയാൽ നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. നിങ്ങൾക്കുള്ളവരല്ല, നിങ്ങൾ താന്താന്നുള്ളത്, നിങ്ങളെ വിലയ്ക്ക് വാങ്ങിയിരിക്കുക. പിന്നെന്തോ, നിങ്ങൾ ദൈവത്തിന് ആത്മാവ് വസിക്കുന്ന മന്ദിരം. അതുകൊണ്ട് നിങ്ങളുടെ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കോണം. ദൈവം വസിക്കുന്ന, പരിശുദ്ധാത്മാവ് വസിക്കുന്ന മന്ദിരമാണ് നമ്മുടെ ശരീരം. അതുകൊണ്ട് ഈ ശരീരം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും. ശരീരം കൊണ്ട് പല കാര്യങ്ങൾ ചെയ്യാം. അവിടെ ദൈവത്തിന് ഹിതകരമല്ലാത്തതൊന്നും വരാതെ, ദൈവത്തിന്റെ വിശുദ്ധിക്ക് കോട്ടം തട്ടുന്ന ഒന്നും വരാതെ, കർത്താവേ, വിശുദ്ധി നഷ്ടപ്പെട്ട സമൂഹത്തിൽ നടുവിൽ നിന്ന് പരിശുദ്ധാത്മാവ് മാറി കേവലം ശേഷം മനുഷ്യരെ പോലെ ആയിത്തീരാതിരിക്കാൻ, ദൈവങ്ങളുടെ കരങ്ങളിൽ വിനയപ്പെടാൻ ദൈവമേ കരുണ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കും. സൂക്ഷിക്കണം, ശരീരത്തെ സൂക്ഷിക്കണം, ചിന്തകളെ സൂക്ഷിക്കണം, ബോധങ്ങളെ സൂക്ഷിക്കണം, പണമിടപാടുകളെ സൂക്ഷിക്കണം. അതിനകത്ത് അശുദ്ധി പറ്റും. അല്പത്തിൽ വിശ്വസ്തനായിരിക്കുന്നവനെ അധികത്തിൽ വിചാരകനാക്കുന്ന കേട്ടോ. ചെറുതാണെന്നും പറഞ്ഞ് വിട്ടുകളയല്ല. എല്ലാം ദൈവഹിതപ്രകാരം ചെയ്യാൻ പ്രമാണങ്ങളുടെ വഴികളിൽ. സ്തോത്രം. ഞാൻ ഈ പഴയ അപ്പച്ചന്മാരുടെ, എനിക്ക് പലരെ അറിയാം, അവരുടെ കഥകളും അറിയാം. വലിയ കാശുകാരൊന്നും അല്ലായിരുന്നു കേട്ടോ, പാവങ്ങളായിരുന്നു. പക്ഷെ അവരുടെ ദൈവർ മെൻ ഓഫ് ഇന്റഗ്രിറ്റി, വളരെ പ്രമാണമുള്ളവരായിരുന്നു, വിശ്വസ്തരായിരുന്നു, ഒരു കള്ളം പറയത്തില്ല. അങ്ങനെ ജീവിച്ചവരെ അറിയാം. ദൈവം അതാണ് ഇന്ന് ആഗ്രഹിക്കുന്നത്. കർത്താവേ, അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും കൂടെയുള്ളവെന്ന് പാടുമ്പോൾ അവരെ നടത്തിയ ദൈവങ്ങളുടെ കരങ്ങളിൽ കർത്താവെ വിശുദ്ധിയോടെ ജീവിപ്പാൻ വരം നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. തെറ്റുപറ്റിപ്പോയെങ്കിൽ അനുദപിക്കുന്നവരെ കൈക്കൊള്ളുന്ന ദൈവത്തിന്റെ സന്നിധിയിൽ വിനയപ്പെട്ട് അടുത്തു വരാൻ, കർത്താവെ പാപങ്ങൾ ഏറ്റു മടങ്ങി വരാൻ കർത്താവെ കൃപ തരണേ എന്ന് പ്രാർത്ഥിച്ചായിട്ട് മടങ്ങി വരുമോ?
ഏർപ്പാടും വിശുദ്ധിയും പാലിക്കാത്തതിനാൽ ഒത്തിരി അനുഗ്രഹങ്ങൾ നഷ്ടപ്പെട്ടു. മനസ്സിലായ? ആരോഗ്യമുള്ളപ്പം ബലമുള്ളപ്പോൾ ഇഷ്ടം പോലെ ജീവിക്കും. പിന്നെ കൈകാലിട്ട് അടിക്കുമ്പോഴാണ് അയ്യോ തെറ്റിപ്പോയല്ലോ എന്ന് ചിന്തിക്കും. പക്ഷെ പാപം, ഞാനൊരു കാര്യം, അവർ ഗോഡ് ഈസ് എ സോവറിൻ ഗോഡ്. നമ്മുടെ ദൈവം സർവശക്തനായ സർവ സൈന്യാധിപനായ ഒരു ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവത്തിനും അധികാരമുള്ളത്. അവൻ ക്ഷമിക്കും. ഗോഡ് ഈസ് എ ഗ്രേസ്ഫുൾ ഗോഡ്. ദൈവം കൃപയുള്ളവനാ. പാപം ഏറ്റു പറഞ്ഞാൽ ക്ഷമിക്കും. പക്ഷേ ഇൻ ഹിസ് ഗ്രേസ് ഹി ഫർഗിവ്സ് സിൻ. അവന്റെ കൃപയിൽ ദൈവം പാപത്തെ ക്ഷമിക്കും. ബട്ട് ഇൻ ഹിസ് സോവർണിറ്റി, തന്റെ പരമാധികാരത്തിൽ പാപത്തെ ശിക്ഷിക്കും. അതുകൊണ്ട് പാപം ചെയ്യാതെ, അശുദ്ധി പറ്റാതെ, വിശ്വസ്തരായി വിശുദ്ധിയോടെ ജീവിപ്പാൻ കഴിയട്ടെ. എന്തെങ്കിലും അപാകത വന്നെങ്കിൽ ഈ ദൈവവചനം കേൾക്കുമ്പോൾ നിങ്ങൾ കേൾക്കുന്ന സ്ഥലങ്ങളിൽ ഒന്ന് വിനയപ്പെടാൻ കഴിയുമോ? കഴിഞ്ഞ നാളുകളിൽ വന്നുപോയ മൂല്യച്യുതികൾ കർത്താവേ, എനിക്കും എൻ്റെ തലമുറയ്ക്കും ദോഷമായി ഭവിക്കാതെ അനുഗ്രഹത്തിൻ്റെ വഴികൾ ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണേ. ഞാനിതാ വരുന്നു എന്ന് പറഞ്ഞ് ഏൽപ്പിക്കാൻ എത്ര പേരുണ്ട്? വിനയത്തോടെ പ്രാർത്ഥിക്കുന്നവരെ വിട്ടുതിരിയും. തൻ്റെ തെറ്റുകളെ മറയ്ക്കുന്നവന് ശുഭം വരികയില്ല. അത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവന് കരുണ ലഭിക്കുമെന്ന് ദൈവവചനം പറഞ്ഞിരിക്കുന്നുണ്ട്. ഈ മണിക്കൂറുകളിൽ വിനയപ്പെടാൻ ദൈവാത്മാവ് സഹായിക്കട്ടെ. എത്ര പേര് പ്രാർത്ഥിക്കും? ആഗ്രഹമുണ്ടോ? കരുണയുള്ള ദൈവമേ കടാക്ഷിക്കണേ എന്ന് പ്രാർത്ഥിക്കാൻ. യെസ്, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനായ ദൈവമേ, സ്വർഗ്ഗപിതാവേ, അങ്ങേ പുത്രൻ ഞങ്ങളുടെ കർത്താവുമായ യേശു ക്രിസ്തുവിന്റെ വന്യവും മഹത്വമുള്ള നാമത്തിൽ ഈ മണിക്കൂറുകളിൽ നിന്റെ സന്നിധി ഞങ്ങൾ വിനയപ്പെട്ട് വീണ്ടും പ്രാർത്ഥിക്കും. വചനം കേട്ടവരുടെ മേൽ പരിശുദ്ധാത്മാവ് പരിവർത്തിക്കും. അശുദ്ധിയുള്ള ലോകത്തിൽ അശുദ്ധി പറ്റാതെ ജീവിക്കാൻ വിളിച്ചു വേർതിരിക്കപ്പെട്ട ജനം കർത്താവെ പരാജയപ്പെട്ടു പോയ മണ്ഡലങ്ങളിൽ നിന്ന് മടങ്ങി വരാൻ ദൈവം ആലോചന കൊടുത്തല്ല കർത്താവെ. വിശുദ്ധിയിൽ ജീവിക്കുന്നവർക്കായി സ്തോത്രം ചെയ്യുമ്പോൾ പരാജയം സമ്മതിച്ച് മടങ്ങി വന്ന് വിനയപ്പെടുന്നവരെയും കർത്താവെ കൈക്കൊണ്ട് മുന്നോട്ടുള്ള നാളുകൾ അനുഗ്രഹമായി ജീവിപ്പാൻ അവരെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുനാമ മഹത്വപ്പെടണം. വചനം അത്ഭുതകരമായി ക്രിയ ചെയ്യട്ടെ. ജീവിതങ്ങൾ ദൈവത്തിങ്കിലേക്ക് അടുത്ത് വരട്ടെ. അന്ത്യനാളുകളാ കർത്താവേ. അതുകൊണ്ട് മാറ്റിവെക്കാതെ അതിവേഗത്തിൽ ദൈവസന്നിധി വിനയപ്പെടാൻ എല്ലാ ജീവിതങ്ങൾക്കും ദൈവം വരം നൽകണേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുക്കരങ്ങളിൽ ഏൽപ്പിക്കട്ടെ. സ്വർഗം മഹത്വമെടുക്കണം. ജീവിതാവശ്യങ്ങളിൽ ഭാരപ്പെടുന്നവരോട് കരുണ കാണിക്കണം. സകലത്തിനും മതിയായ ദൈവസന്നിധി വിനയപ്പെട്ട് പ്രാർത്ഥിക്കാൻ എല്ലാവരെയും തുണയ്ക്കണം. മഹത്വം കുഞ്ഞാടിനോ യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. God bless you. ഈ വചനങ്ങൾ നിങ്ങൾക്കേവർക്കും അനുഗ്രഹമായി തീർന്നു എന്ന് വിശ്വസിക്കുന്നു. ഈ ശുശ്രൂഷയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഞങ്ങളെ അറിയിക്കുക. അതോടൊപ്പം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾക്കും കൗൺസിലിംഗ് ആവശ്യങ്ങൾക്കുമായി സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പർ, ഇമെയിൽ ID എന്നിവയിൽ ഞങ്ങളുമായി ബന്ധപ്പെടുക. കർത്താവ് ഏവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. God bless you.